ഏറ്റവും മികച്ച കലാകാരനാണ് ദൈവം. ദൈവം നിർമ്മിച്ചിരിക്കുന്ന ഈ ലോകം അത് തെളിയിക്കുന്നു. ആകർഷകങ്ങളായ വർണ്ണങ്ങൾ കൊണ്ടും ഹൃദ്യമായ ഒട്ടേറെ ഘടകങ്ങൾ കൊണ്ടും അവിടുന്ന് രൂപം നൽകിയിരിക്കുന്ന സൃഷ്ടവസ്തുക്കളെല്ലാം പൂർണ്ണതയുള്ളവയാണ്. എന്നാൽ ഭൗതികമായ ഘടനയ്ക്കപ്പുറം അർത്ഥം ഉൾക്കൊള്ളുന്ന മനുഷ്യൻ അല്പം വ്യത്യസ്തനാണ്. തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ദൈവം മെനഞ്ഞ മനുഷ്യൻ അവൻ്റെ കണ്ണിലൂടെ ആസ്വദിക്കേണ്ട സൗന്ദര്യം ബാഹ്യമായ വർണ്ണങ്ങളുടേത് മാത്രമാവരുതെന്ന് അവിടുന്ന് ആഗ്രഹിച്ചു. അങ്ങനെ അഭൗമികമായ ആന്തരിക സൗന്ദര്യവും സന്തോഷവും അവൻ്റെ ഹൃദയത്തിൽ നിധികളായി അവിടുന്ന് സൂക്ഷിച്ചു. ഏകരക്ഷകന്റെ പിറവിത്തിരുന്നാൾ നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കുന്ന ആഹ്ലാദം അതിരുകളില്ലാത്തതാണ്. അതിനാനുപാതികമായാണ് നമ്മുടെ ആഘോഷരീതികളും. അത്യന്തം വർണ്ണാഭമായും വൈവിധ്യത്തോടെയുമാണ് പതിവായി നാം ക്രിസ്തുമസിനെ സമീപിക്കാറുള്ളത്. പുൽക്കൂടൊരുക്കിയും പടക്കം പൊട്ടിച്ചും സദ്യയൊരുക്കിയുമെല്ലാം ക്രിസ്തുമസ് നാം അവിസ്മരണീയമായ ആഘോഷമാക്കി മാറ്റുമ്പോൾ പുൽക്കൂടിൻ്റെ ആത്മീയത നമ്മെ വിട്ടുപോകുന്നില്ലേ? അതെ, പുൽക്കൂടും ക്രിസ്തുമസും നമുക്ക് നൽകുന്ന വിലയേറിയ ചില സന്ദേശങ്ങളുണ്ട്. രക്ഷകന്റെ പിറവിക്കായി ദൈവം നിശ്ചയിച്ചത് കാലിത്തൊഴുത്താണ്. കണ്ണീരും സഹനങ്ങളും നിറഞ്ഞ സാഹചര്യങ്ങളാണ്. അവിടെയാണ് എല്ലാ വേദനകളെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് ക്രിസ്തു ഭൂജാതനായത്. കാലിത്തൊഴുത്തു മുതൽ കാൽവരി വരെ സഞ്ചരിച്ചപ്പോഴും അവിടുന്ന് സ്ഥിരീകരിച്ചത് വേദനയുടെയും സഹനത്തിൻ്റെയും ആത്മീയ മൂല്യങ്ങളായിരുന്നു. തൻ്റെ സുവിശേഷത്തിലൂടെ അവിടുന്ന് നൽകിയ ഉറപ്പ് വേദനകളെ ഏറ്റെടുക്കുന്ന ഹൃദയങ്ങളിലെ തിരുപ്പിറവിയാണ്. ഇത് ഒരു പുൽക്കൂടിൻ്റെ കഥയാണ്. വേദനകളുടെ മുളന്തണ്ടുകൊണ്ട് നിർമ്മിച്ച് സഹനത്തിൻ്റെ വൈക്കോൽ മേഞ്ഞ, കണ്ണീരിൻ്റെ കുളിരു പൊതിഞ്ഞ, ഹൃദയത്തിൽ പണിതീർത്ത ഒരു പുൽക്കൂട്. ഹൃദയവിശുദ്ധി കൊണ്ടുള്ള പുൽമത്തയുമായി രക്ഷകനെ കാത്തിരിക്കുന്ന ഇവിടെ ഉണ്ണീശോ പിറക്കുമെന്ന് നിശ്ചയം. വയനാട് ജില്ലയിലെ മാനന്തവാടിക്കടുത്ത് എറാളമൂലിയിൽ താമസിക്കുന്ന കാരക്കട ജോസും കുടുംബവും ദൈവ തിരുമുൻപിൽ കാഴ്ചവെക്കുന്നത് അപൂർവമായൊരു സഹന ജീവിതമാണ്. കണ്ടു നിൽക്കുന്നവർക്കു പോലും ഉൾക്കൊള്ളുവാൻ പ്രയാസമുള്ള സഹനത്തിൻ്റെ തുടർക്കഥയാണ് ആ കുടുംബത്തിനും ചുറ്റുമുള്ളവർക്കും രക്ഷാകര അനുഭവമായി മാറുന്നത്. ഭാര്യയും 2 പെൺമക്കളുമടങ്ങുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബം. ഇളയ മകൾ ജോസ്നയ്ക്കൊഴികെ മറ്റെല്ലാവർക്കും ദൈവമെന്നും നൽകിയത് കടുത്ത സഹനത്തിൻ്റെ പാനപാത്രം. ഗുരുതരമായ രോഗാവസ്ഥകളും വേദനകളും അലട്ടിയിരുന്നുവെങ്കിലും ഭർത്താവിൻ്റെയും മക്കളുടെയും എല്ലാ കാര്യങ്ങൾക്കും തുണയായിരുന്ന വീട്ടമ്മ എൽസി 7 മാസങ്ങൾക്കു മുൻപ് സ്വർഗത്തിലേക്ക് യാത്രയായതോടെ എല്ലാ ഭാരവും 18-കാരിയായ ജോസ്നയുടേതായി മാറി. കടുത്ത ശാരീരിക വൈഷമ്യങ്ങളോടെ രോഗശയ്യയിലായ അന്ധനായ പിതാവ് ജോസ്, അപൂർവ രോഗത്താൽ പരസഹായമില്ലാതെ ചലിക്കാൻ കഴിയാത്ത, ശ്വസനം പോലും യന്ത്രസഹായത്താൽ നടത്തുന്ന മൂത്ത മകൾ ജോംസി, യാതൊരുവിധ വരുമാനങ്ങളും കൂടാതെ പിതാവിനെയും സഹോദരിയെയും ജീവിതത്തിൽ കൈപിടിച്ചു നടത്തുന്നതിനുള്ള ഉത്തരവാദിത്തങ്ങൾക്കൊപ്പം മാനന്തവാടി മേരിമാതാ കോളേജിൽ ഡിഗ്രി വിദ്യാർത്ഥിനി കൂടിയായ അവരുടെ പ്രിയപ്പെട്ട ജോസ്ന. മാനുഷിക നേത്രങ്ങൾ കൊണ്ട് നോക്കിയാൽ ഉത്തരമില്ലാത്ത വലിയൊരു ചോദ്യചിഹ്നമായ ആ കുടുംബത്തെ ദൈവം കൈപിടിച്ചു നടത്തുന്ന അനുഭവങ്ങൾ അതിശയകരമാണ്.
വേദനകളെ അകറ്റി നിർത്താനായി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന നാം ഓരോരുത്തർക്കും വ്യത്യസ്തമായ സന്ദേശമാണ് ഈ ജീവിതങ്ങൾ. ഒപ്പം ഈ പിറവിക്കാലത്ത് ദൈവം നമുക്ക് മുന്നിൽ വച്ചു നീട്ടുന്ന ഒരു മാതൃക കൂടിയാണ് ഇവരുടെ ഭവനം. തിരുപ്പിറവി അർത്ഥം നൽകിയ ഒരു പുൽക്കൂടിൻ്റെ നേർ മാതൃക. വേദനകളെ ഒന്നൊഴിയാതെ ദൈവസന്നിധിയിൽ നറുപുഷ്പങ്ങളായി കാഴ്ചയർപ്പിക്കുന്ന ജോംസിയുടെ ജീവിതത്തിൽ സഹനങ്ങൾ ആരംഭിക്കുന്നത് ജന്മനാൽ തന്നെയാണ്. ജനിച്ച ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അകാരണമായി ഭാരം വർദ്ധിക്കുന്ന അജ്ഞാത രോഗം, അതായിരുന്നു തുടക്കം. തുടർന്ന് 13-ാം വയസ്സിൽ നിയന്ത്രണാതീതമായ പ്രത്യേകതരം പ്രമേഹ രോഗം, തുടർന്ന് സ്വാഭാവികമായി ശ്വസിക്കാനാവാത്ത അവസ്ഥ, വൃക്കരോഗം, കാഴ്ച കുറയുന്ന അവസ്ഥ തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത സഹനങ്ങൾ. എന്നാൽ ദൈവം തന്ന അനേകം താലന്തുകളെ ജീവിതത്തിൽ ദർശിക്കുന്ന ഇവൾ നിമിഷങ്ങൾ പോലും പാഴാക്കാതെ പ്രാർത്ഥനയിലും തനിക്കാവുന്ന ഏറെ പ്രവർത്തനങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നല്ലൊരു കലാകാരിയായ ജോംസിയുടെ ചിത്രരചനാ വൈദഗ്ധ്യവും കലാപരതയും നമ്മെ അതിശയിപ്പിക്കും. പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി വറ്റാത്തുറവിയായി ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന അവൾ ജപമാല നിർമ്മിക്കുന്നതിനായും ഏറെ സമയം കണ്ടെത്തുന്നു. ദൈവവിശ്വാസം നഷ്ടപ്പെട്ട ഒരു സമയത്ത് ഒത്തിരി പരാതി, ദൈവത്തെ പഴിച്ച അനുഭവങ്ങൾ വരെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. നമ്മുടെ സങ്കടങ്ങൾ കൊണ്ട് ശരീരഭാരം വർദ്ധിച്ച അവസ്ഥയിലൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് തന്നെ ഏറ്റു നടക്കാൻ അസ്വസ്ഥത തോന്നുമ്പോൾ അപ്പോൾ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുമായിരുന്നു. കാരണം തേയ്മാനത്തിൻ്റെ വേദന, മുട്ടിനൊക്കെ അനുഭവപ്പെടുന്നു. പിന്നെ ഇപ്പം 1 വർഷത്തോളമായി ഓക്സിജൻ, എൻ്റെ ശരീരത്തിന് ആവശ്യമായ ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥ, 13 വയസ്സ് തൊട്ട് ഉള്ള ഡയബറ്റിക് രോഗം, പിന്നെ അതോടെ അടുത്ത് രക്തസമ്മർദ്ദം, ഇപ്പോൾ കിഡ്നിക്ക് ചെറിയ കംപ്ലൈൻറ്റുകൾ ആരംഭിച്ചത്, കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ. അതിലുപരി പപ്പയ്ക്കും കൂടെ ഇങ്ങനെയൊരു അവസ്ഥ വന്നപ്പോൾ എനിക്ക് തുടർന്ന് പഠിക്കാനും തുല്യതാ പരീക്ഷ എഴുതിയെടുക്കാനും ഒന്നും കഴിയാതെ വന്ന അവസ്ഥ എല്ലാം കൂടി ആയപ്പം, ആ ഒരു കാലഘട്ടത്തിൽ എല്ലാം കൂടി ആയപ്പം എനിക്കൊത്തിരി ദൈവത്തോടൊക്കെ ദേഷ്യം അനുഭവപ്പെട്ടിരുന്നു. പക്ഷേ ദൈവവിശ്വാസത്തിലേക്ക് കടന്നു വന്നപ്പോൾ അതെല്ലാം സന്തോഷമായിട്ട് സഹിക്കുന്ന ദൈവാനുഭവത്തിലേക്ക് കടന്നു വന്ന ആ ഒരു കാലഘട്ടത്തിൽ സഹനമൊക്കെ ചോദിച്ചു മേടിക്കാൻ ഇഷ്ടമായിരുന്നു. അപ്പം പല ആത്മീയതയിലുള്ളവർ പലരും പറഞ്ഞു, ഒരിക്കലും സഹനം ചോദിച്ചു മേടിക്കരുത്, തന്നത് സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കണ്ടേ, അതാണ് വേണ്ടത്. ഇപ്പോഴും ഞാൻ ദൈവത്തോട് ഈശോയോട് രോഗസൗഖ്യത്തിന് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കാറില്ല. ഒരു നിമിഷം അങ്ങനെ ചിന്തിച്ചാലും ഈശോയോട് പറഞ്ഞാലും ഞാനും പിന്നെ അത് പ്രാർത്ഥിക്കാതിരിക്കാറാണ് പതിവ്. കാരണം സഹനം കുറഞ്ഞു പോകുമോയെന്ന് ഉള്ള ഒരു അസ്വസ്ഥത അന്നേരം അനുഭവപ്പെടും. അതുകൊണ്ട് തന്ന സഹനങ്ങളെല്ലാം സന്തോഷത്തോടെ ദൈവത്തിനു വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ്, പാപികളുടെ മനസാന്തരത്തിനും വൈദികർക്കും ഒക്കെ വേണ്ടിയിട്ട്. അതിശയകരമാണ് 24-കാരിയായ ഈ പെൺകുട്ടിയുടെ ആത്മീയ ബോധ്യങ്ങളുടെ ആഴം. ഈ ലോക ജീവിതത്തിൻ്റെ പൊള്ളത്തരങ്ങളെ വ്യക്തമായി ഗ്രഹിച്ച അവൾ ഒരിക്കലും ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പാപങ്ങളും പാപസാഹചര്യങ്ങളും നിറഞ്ഞ ഭൗതിക ജീവിതത്തോടുള്ള വിരക്തിയാണ് വെളിപ്പെടുത്തുന്നത്. എനിക്ക് വെറുതെ ഇരിക്കുന്ന ഇഷ്ടമല്ല. ഒന്നിലും പുസ്തകം വായിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പ്രാർത്ഥിക്കണം. ഡോക്ടർ വിശ്രമിക്കാനൊക്കെയാണ് പറഞ്ഞേക്കണം, കൂടുതൽ നേരം കിടക്കണം. പക്ഷെ എനിക്കതൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഏറ്റൊക്കെ ഇരുന്ന് ഇവിടെ വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും, പെയിൻ്റൊക്കെ. പിന്നെ ആത്മീയ പുസ്തകങ്ങളൊക്കെ വായിക്കും, പ്രാർത്ഥിക്കും. രാത്രികളിൽ ആണ് പ്രാർത്ഥിക്കുക കൂടുതലായിട്ടും, ഏകാഗ്രത കിട്ടാനൊക്കെ വേണ്ടി. പിന്നെ നിശബ്ദമായി ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ ദൈവാനുഭവം എന്നെ വലയം ചെയ്യാറുണ്ട്. അപ്പോൾ ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കാറുണ്ട്, ഈശോയുടെ സ്നേഹം, ഈശോ നൽകുന്ന അഭിഷേകം
സഹനങ്ങൾ സഹിക്കുമ്പോഴുള്ള സന്തോഷം എല്ലാം ഈശോ നൽകാറുണ്ട്. അതുപോലെ പരിശുദ്ധ അമ്മയോട് വളരെ സ്നേഹമുണ്ട്, ജപമാല ചൊല്ലാറുണ്ട്. അമ്മയുടെ സാന്നിധ്യമൊക്കെ ചില സമയങ്ങളിൽ അനുഭവപ്പെടാറുണ്ട്. സഹനത്തിൻ്റെ ക്രിസ്തീയ മൂല്യം ഹൃദയത്തിൽ ഗ്രഹിച്ച അവൾ തന്നിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്ന് പൂർണ്ണമായി മനസ്സിലാക്കുന്നു. ക്രിസ്തുവിൻ്റെ കുരിശിനോട് ചേർന്നുള്ള സഹനം ദൈവത്തിനു മുന്നിൽ പ്രീതികരമായ ബലിയും വിലയേറിയ പ്രാർത്ഥനയുമാണെന്ന് അവൾ തിരിച്ചറിയുന്നു. തൻ്റെ ജീവിതം പാപികളുടെ മാനസാന്തരത്തിനും ശുദ്ധീകരണ ആത്മാക്കളുടെ മോക്ഷപ്രാപ്തിക്കും പിന്നെ വെളിപ്പെടുത്തപ്പെടുന്ന നിയോഗങ്ങൾക്കുമായി ആവേശപൂർവം സമർപ്പിക്കുന്നു. എനിക്ക് അത്രയ്ക്ക് അഭിമാനിക്കാനായിട്ട് ജീവിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്, എൻ്റെ കൂടെയുണ്ട്, എൻ്റെ കുടുംബത്തിൻ്റെ സഹനങ്ങളിലുണ്ട്. അനേകം പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ഞങ്ങളെ തിരഞ്ഞെടുത്താന്നുള്ള ബോധ്യം ഉണ്ട്. അത് ഞങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം. ഒരിക്കലും അമ്മ ഒത്തിരി സഹനങ്ങൾ വന്ന് എന്തു ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ, ഒരു നിമിഷം ജീവിതം ഇരുട്ടിലായി പോകുന്ന ഒരവസ്ഥയിൽ അമ്മ പറഞ്ഞതാണ്, നമുക്ക് 3 പേർക്കും കൂടെ ആത്മഹത്യ ചെയ്യാം, സഹോദരിയെ അമ്മയുടെ കയ്യിലേൽപ്പിക്കാമെന്ന്. അന്ന് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ 2 പേരും വേണമെങ്കിൽ ചെയ്തോ, ഞാനെന്തായാലും സഹോദരി ഇട്ടിട്ടില്ല. ചിലപ്പം എനിക്ക് തോന്നുന്നു ആ ഒരു വാക്ക് അങ്ങനെ വന്നില്ലായിരുന്നെങ്കിൽ അന്നൊക്കെ അത് അത്രയ്ക്ക് സഹനത്തിൻ്റെ അവസ്ഥയിലായിരുന്നു, മുന്നോട്ട് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥ. പപ്പ ഇങ്ങനെ രോഗിയായിട്ട് ഒത്തിരി 3 മാസത്തോളം ഹോസ്പിറ്റലായ ഒരവസ്ഥ, അതും വലിയ ഹോസ്പിറ്റലിൽ ധാരാളം എല്ലാവരുടെയും ചികിത്സ പിരിവൊക്കെ എടുത്ത് ഒക്കെയാണ് അന്ന് ചികിത്സിച്ചത്. പക്ഷേ പിന്നെ കൂടുതൽ ഈ സഹനങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ദൈവത്തെ അറിഞ്ഞതെന്ന് വേണേൽ പറയാം. ആ ഒരു സ്നേഹം ആരും സഹനങ്ങൾ വരുമ്പം നിരാശരാകാതെ ദൈവത്തിൻ്റെ പ്രത്യാശ വെച്ച് വചനാനുസരിച്ചൊരു ജീവിതം, ഇതെന്താണോ അത് തേടി ജീവിതം മുന്നോട്ട് നിരാശപ്പെടാതെ പോകണമെന്ന് ആണ് എനിക്ക് പറയാനുള്ളത്. കാരണം അങ്ങനെ ചെല്ലുമ്പോഴാണ് നമുക്ക് ദൈവമഹത്വം ദർശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ശാരീരിക ശേഷി കൊണ്ട് എന്നും ഏവരെയും വിസ്മയിപ്പിച്ചിട്ടുള്ള ചരിത്രമാണ് കാരക്കട ജോസിൻ്റേത്. ഒരു കാലഘട്ടത്തിൽ ശക്തി കൊണ്ടുള്ള നേട്ടങ്ങളെല്ലാം ഇദ്ദേഹത്തിന് സ്വന്തമായിരുന്നു. വടംവലി മത്സരങ്ങളിൽ പരാജയമറിഞ്ഞിട്ടില്ലാത്ത ഒട്ടേറെ നേട്ടങ്ങൾ. സമ്പന്നമായ ആരോഗ്യത്തിൽ നിന്നും ദയനീയമായ തകർച്ചയിലേക്കുള്ള പതനമാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. വിവാഹശേഷം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അപൂർവമായ ടൈപ്പ് 2 ഡയബറ്റിക് രോഗിയായി മാറിയതായിരുന്നു തുടക്കം. തുടർന്ന് ഒരു കാൽ മുറിച്ചു നീക്കപ്പെട്ടു. കണ്ണുകളുടെ കാഴ്ച നഷ്ടമായി. വർഷങ്ങളായിട്ടും ഉണങ്ങാത്ത മുറിവുകളും കണ്ണുകൾക്കും ശരീരത്തിൽ പല ഭാഗങ്ങളിലും അനുഭവപ്പെടുന്ന കഠിനവേദനകൾക്കും ദുസ്സഹമായ മറ്റനവധി ശാരീരിക വൈഷമ്യങ്ങൾക്കും പുറമെ കണ്ണീരിൻ്റെയും വേദനയുടെയും ഇരുണ്ട കാലഘട്ടങ്ങൾക്കൊടുവിൽ സഹനത്തെ അനുഗ്രഹമായി കാണുവാൻ ദൈവം ഉൾക്കണ്ണു തുറന്നപ്പോൾ ഈ ജീവിതവും ദൈവം ഏറ്റെടുത്തു. ആ സഹനങ്ങൾക്ക് അവിടുന്ന് വില നൽകി തുടങ്ങി. അനേക ആത്മാക്കളുടെ രക്ഷയ്ക്കുതകുന്ന വലിയ വില. 23 വയസ്സിൽ കല്യാണം കഴിഞ്ഞു. മൂത്ത മോളുണ്ടായപ്പോൾ ആൾക്ക് ഇങ്ങനെ ഉണ്ടായപ്പോൾ ആൾ തീരെ മെലിഞ്ഞതാണെങ്കിലും 10-55 ദിവസം കഴിഞ്ഞപ്പോൾ തടി വെക്കാനൊക്കെ തുടങ്ങി. അങ്ങനെയൊക്കെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവുകയും കാണിക്കുകയും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് പ്രായം 5 വയസ്സൊക്കെ ആകുമ്പോൾ കുറഞ്ഞോളൂ എന്നൊക്കെ പറഞ്ഞു. 5 വയസ്സായി കഴിഞ്ഞിട്ടും തടി കുറയാണ്ട് വരികയും അന്നത്തെ കാലത്ത് പല മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും ഹോർമോൺ ടെസ്റ്റിംഗ് ഒക്കെ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. കംപ്ലൈൻ്റ് ഒന്നും ഇല്ല എന്നാണ് കൊച്ചിന് വന്നത്. പക്ഷേ കൊച്ചിന് അസ്വസ്ഥതകളും വിഷമങ്ങളും എല്ലാം കൂടി വന്നു. ആ ടൈമിലാണ് എനിക്ക് ഡയബറ്റിക് പിടിക്കുന്നതും ബുദ്ധിമുട്ടാകുന്നതും. എനിക്ക് ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ ടൈപ്പ് 2 ഡയബറ്റിക്കാണ്.
ആ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ സാധാരണ പോലെ എല്ലാം ട്രീറ്റ്മെൻറ്റ് ചെയ്താലും കുറയാത്തൊരവസ്ഥയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭാര്യയ്ക്ക് ഡയബറ്റിക്കായി, അതിനിടയ്ക്ക് മൂത്ത മകൾക്ക് ഡയബറ്റിക്കായി. ഇത് 3 പേർക്ക് ഒരുപോലത്തെ ഡയബറ്റിക് എങ്ങനെ ഒന്നും ഡോക്ടർ ചോദിക്കുകയൊക്കെ ചെയ്തു. ഭയങ്കര അതിശയമുണ്ട്. ഈ ഡയബറ്റിക്ക് കുറയില്ല, മരുന്ന് ചെയ്ത് കഴിഞ്ഞാലും ഈ പ്രമേഹ രോഗം കുറയാത്ത സൈസ് ഒരു പ്രമേഹമാണ്. അങ്ങനെയൊക്കെ മുമ്പോട്ട് പോകുന്നതൊക്കെയാണ്. കാലിന് പഴുപ്പ് വരികയും അത് പിന്നെ മുറിക്കുകയും എല്ലാം ചെയ്ത് കഴിഞ്ഞ് വീട്ടിൽ ഇരുന്നിട്ട് 6 വർഷമായി ഇപ്പം ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ആ ടൈമിലാണ് ഭാര്യയ്ക്ക് കിഡ്നി കംപ്ലൈൻറ്റ് ഉണ്ടാകുകയും കോമ സ്റ്റേജിലായി പോവുകയും 45 ദിവസം മേപ്പാടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ആൾ മരിച്ചു പോവുകയൊക്കെ ചെയ്തു. പിന്നെ ആ മരിച്ചു പോയത് ഞങ്ങൾക്ക് വലിയ താങ്ങാൻ പറ്റാത്തൊരു പ്രശ്നങ്ങളായിപ്പോയി. എന്നുവെച്ചാൽ ഞങ്ങളെ മുമ്പോട്ട് നയിച്ചുകൊണ്ട് പോകാൻ ആരും ഇല്ലാത്തൊരവസ്ഥയിൽ വന്നു. അങ്ങനെയൊക്കെ മുമ്പോട്ട് പോകുന്ന ഒരവസ്ഥയിലാണ്. പിന്നെ ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഇതെല്ലാം എന്ന് അറിയുന്നു. പിന്നെ സാമ്പത്തിക പ്രശ്നമാണെങ്കിലും ബുദ്ധിമുട്ടിലാണ്. എന്നാലും വിഷമങ്ങളില്ലാണ്ട് യേശുതമ്പുരാൻ സഹിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് 17 സെൻറ്റ് സ്ഥലമൊക്കെ ഉള്ളൂ. അതിന് വരുമാനങ്ങളൊന്നുമില്ല. എനിക്ക് ഒരു ദിവസം ട്രീറ്റ്മെൻറ്റിന് 1,500 രൂപയുടെ ചിലവുണ്ട്. മൂത്ത മകൾക്കും വേണം. അതുപോലെ പൈസയും കാര്യങ്ങളും എല്ലാം ഒത്തിരി ബുദ്ധിമുട്ടിലാണ് മുമ്പോട്ട് പോകുന്നത്. എന്നാലും ദൈവതമ്പുരാൻ പരിപാലിക്കുന്നുണ്ട്. ഒന്നിനും മുട്ട് വന്നിട്ടില്ല. അങ്ങനെയൊക്കെയാണ് മുമ്പോട്ട് ജീവിച്ചു പോകുന്നത്. പിന്നെ ഇളയമകൾ പഠിക്കുന്നുണ്ട്. അവൾക്ക് എല്ലാം കൂടെ മുമ്പോട്ട് കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടാണ്. കുടുംബം നോക്കണം, ഞങ്ങൾക്ക് വേണ്ട ഭക്ഷണങ്ങൾ എടുത്തു വെക്കണം, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ട് വേണം കോളേജിൽ പോകാൻ. എൻ്റെയും മൂത്ത മക്കളുടെയും കാര്യങ്ങളെല്ലാം ചെയ്തു തരണം. എന്നാലും മോളൊരു നന്നായിട്ട് പഠിച്ച് മുമ്പോട്ട് പോകുന്നുണ്ട്. ലോകത്തിൻ്റെ കണ്ണുകളിലൂടെ വിലയിരുത്തിയാൽ ഇദ്ദേഹത്തിന് സംഭവിച്ച തകർച്ചകൾ താങ്ങാനാവാത്തതാണ്. മക്കളുടെ ജീവിതം, ഭാര്യ, കുടുംബജീവിതം, കുടുംബത്തിൻ്റെ സുരക്ഷിതത്വം, മാനുഷിക നേത്രങ്ങൾ കൊണ്ട് നോക്കിയാൽ ഇദ്ദേഹത്തിൻ്റെ സമ്പത്ത് ശൂന്യമാണ്. ജോലിയില്ല, വരുമാനമൊന്നുമില്ല. പ്രതിദിനം മരുന്നുകൾക്കായി വേണ്ട വലിയ തുക സമ്പാദിക്കുവാൻ മാർഗങ്ങളൊന്നുമില്ല. എന്നാൽ മരുഭൂമിയിൽ മന്ന നൽകിയ, കാക്കയിലൂടെ ആഹാരം നൽകിയ സജീവനായ ദൈവം ഈ കുടുംബത്തെ പാലിക്കുന്നു, ഉള്ളം കയ്യിൽ കാത്തുസൂക്ഷിക്കുന്നു. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഈ മുമ്പോട്ട് ജീവിച്ചു പോകാനുള്ള ബുദ്ധിമുട്ടൊക്കെ വന്നു കഴിഞ്ഞിപ്പം മരിച്ചാലോ എന്ന് വരെ ആലോചിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു ചേച്ചി ഉണ്ടായിരുന്നു, ഒരു ഫിലോമിന ചേച്ചി എന്ന് പറയും. ആ ചേച്ചിയുടെ പേര്. ആ ചേച്ചി വന്ന് ഒത്തിരി വചനങ്ങൾ പറഞ്ഞു തരികയും മുമ്പോട്ട് ജീവിക്കാനുള്ള അനുഗ്രഹങ്ങൾ തരികയും ആ ചേച്ചി മുഖേന അവരും ബ്രദറുമായിട്ട് ബന്ധപ്പെടുകയും ആ ബ്രദർ വന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് ഒത്തിരി ദൈവാനുഭവങ്ങൾ കിട്ടും, ഒത്തിരി അഭിഷേകങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങി, പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി കഴിയുമ്പോൾ. അങ്ങനെയാണ് പ്രാർത്ഥന ജീവിതത്തിലേക്ക് കടന്നു വരും. പിന്നെ ആ ചേച്ചിയുടെ ചേട്ടനൊക്കെ ആയാലും നല്ല ഇതായിരുന്നു. ജോർജ് ചേട്ടൻ എന്ന് പറയുമ്പോൾ തൊട്ടടുത്താണുള്ള ആ ചേട്ടനൊക്കെ വന്നിങ്ങനെ ഒത്തിരി വചനങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരികയും ചെയ്യുകയും പിന്നെ ബ്രദർ ഇറക്കിയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹങ്ങൾ അങ്ങനെ പ്രാപിക്കുകയൊക്കെ ചെയ്തു. അതോടുകൂടി ദൈവത്തിൻ്റെ ഒരു അഭിഷേകം നമ്മൾ കിട്ടിക്കൊണ്ട് ഒരു പരിശുദ്ധാത്മാവ് നമ്മുടെ മേത്തേക്ക് വരുന്ന പോലെ ഒരു തണുപ്പും ഒരു സുഖമൊക്കെ ശരീരത്തിന് കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ദൈവാനുഭവത്തിലേക്ക് കടന്നു വരികയും നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒത്തിരി അനുഗ്രഹം ദൈവം തരികയും കിട്ടും എന്ന് മനസ്സിലാക്കുകയൊക്കെ ചെയ്തത്. അങ്ങനെ നല്ല ആ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറി നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് വരാനും ദൈവത്തിൻ്റെ സന്നിധി സമർപ്പിച്ച് ജീവിക്കാനൊക്കെ ഒരു കഴിവുണ്ടാകുകയും ചെയ്ത് ഇപ്പം അങ്ങനെയൊക്കെ ജീവിച്ചു പോവുകയാണ്. ഇപ്പം ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ ഒന്നും നമുക്ക് വന്നാലും ബുദ്ധിമുട്ടില്ല. എല്ലാം ദൈവസന്നിധി സമർപ്പിച്ച് കഴിയാനുള്ളൊരു കൃപയും ഒരനുഗ്രഹവും ഈശോ തരുന്നുണ്ട്. എല്ലാം ദൈവത്തിന് സമർപ്പിച്ച് ജീവിക്കാനുള്ള അനുഗ്രഹവും തരുന്നുണ്ട് ഈശോ. സാമ്പത്തികമായിട്ടായാലും ഈശോ നമ്മൾക്ക് വേണ്ട ആവശ്യങ്ങളെല്ലാം നടത്തി തരാൻ നമ്മളിപ്പോൾ എങ്ങനെ നടത്തും എന്ന് ഓർത്തിരുന്നാലും ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു പോകുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തോട് ചേർത്ത് സമർപ്പിക്കപ്പെടുന്ന സഹനങ്ങൾ ദൈവസന്നിധിയിൽ സ്വീകാര്യമായ വിശിഷ്ട ബലിയാണ്. നീതിമാന്റെ സഹനം അനേകാത്മാക്കളുടെ രക്ഷയ്ക്ക് കാരണമായി മാറുമെന്ന തിരിച്ചറിവ് ഈ കുടുംബനാഥന് ലഭിച്ചപ്പോൾ ആ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയുടെ പിന്നിലെ രഹസ്യത്തിൻ്റെ ചുരുൾ അഴിയുകയായിരുന്നു. അന്നു മുതൽ തൻ്റെ വേദനകളെല്ലാം അദ്ദേഹം പ്രാർത്ഥനകളാക്കി മാറ്റി.
പണ്ട് വിശ്വാസമൊന്നും ഇല്ലെങ്കിലും ദൈവം എന്നെ പരിപാലിച്ച് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാനത് അറിഞ്ഞില്ല. പക്ഷെ പിന്നെയാണ് വിശ്വാസത്തിലേക്ക് വന്നപ്പോഴാണ് മനസ്സിലായത്, അന്ന് പണ്ട് തൊട്ട് ദൈവം എന്നെ പരിപാലിച്ച് കൊണ്ടുപോയ രീതികളെല്ലാം എനിക്ക് മനസ്സിലായി വന്നത്. പിന്നെ ഞാനിപ്പം വിശ്വാസത്തിലേക്ക് വന്നിട്ട് 2-3 വർഷമായുള്ളൂ. ദൈവം എല്ലാം നല്ലതിനാണ് വേണ്ടി ഒരുക്കുന്നതാണ്, നല്ല പദ്ധതികളാണ്. ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതികളെല്ലാം നല്ലതിന് വേണ്ടിയാണ്. ഈശോ ഒന്നും നമുക്ക് ദോഷമായിട്ട് വരുത്തുകയില്ല എന്ന് മനസ്സിലായത്. വേദനകളും സഹനങ്ങളും എല്ലാം ഒത്തിരി ഉണ്ടെങ്കിലും എല്ലാം ഈശോയ്ക്ക് വേണ്ടിയും ഈശോയുടെ സന്നിധി സമർപ്പിക്കാനുള്ള ഒരു കഴിവ് ഇപ്പോൾ ഉണ്ട്. ഒത്തിരി പ്രാർത്ഥിക്കാനുള്ള കഴിവുണ്ട് ഇപ്പോൾ. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയൊക്കെ കാഴ്ചവെക്കാനും എല്ലാം സാധിക്കുന്നുണ്ട്. പാപികളുടെ മാനസാന്തരത്തിന് ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടിയൊക്കെ കാഴ്ചവെക്കുന്നുണ്ട്, സമർപ്പിക്കുന്നുണ്ട് ഈശോയുടെ സന്നിധിയിൽ. ദൈവം ഈ കുടുംബത്തിലേക്ക് അയച്ച ഒരു മാലാഖയാണ് ജോസ്ന. സഹനബലിയായി ഒരു കുടുംബത്തെ അവിടുന്ന് നിശ്ചയിച്ച അനാദിയിൽ തന്നെ അവർക്കായി തീരുമാനിച്ച നെടും തൂണ്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ അസാധാരണമാം വിധം ഉറച്ച ബോധ്യങ്ങളും ശക്തമായ ദൈവവിശ്വാസവുമായി ഇവിടെ ഒരു ദീപസ്തംഭമായി മാറിയിരിക്കുന്നു ഇവൾ. ഇപ്പം ഞാൻ ഡിഗ്രിക്ക് പഠിക്കുക മേരിമാത കോളേജിൽ. രാവിലെ എഴുന്നേറ്റ് പപ്പയുടെയും ചേച്ചിയുടെ എല്ലാ കാര്യവും നോക്കി അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് പപ്പയൊക്കെ എടുത്ത് വെച്ചിട്ടൊക്കെ വേണം എനിക്ക് പോകാൻ. ഇപ്പം ഞാനെല്ലാം ഈശോയിൽ സമർപ്പിച്ചു. ഈശോ എൻ്റെ കാര്യത്തിന് ഒരു കുറവ് ഇതുവരെ വരുത്തിയിട്ടില്ല. എല്ലാ കാര്യവും എനിക്ക് വേണ്ട പോലെ തന്നെ ഈശോ നടത്തി തരുന്നുണ്ട്. കോളേജിൻ്റെ കാര്യമാണേലും അമ്മ സുഖമില്ലാണ്ട് കിടക്കുമ്പോഴായിരുന്നു എൻ്റെ +2 എക്സാം നടന്നത്. അപ്പം ഞാൻ മോഡലിന് പഠിച്ചത് ഓർത്ത് വെച്ചാണ് പബ്ലിക്കിന് എഴുതിയത്. ഞാൻ ജയിക്കുമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ അതൊക്കെ ഈശോ എന്നെ ജയിപ്പിച്ചു. നന്നേ ചെറുപ്രായത്തിൽ ദുർഗ്രഹമായ ജീവിതയാഥാർത്ഥ്യങ്ങളുടെ കനൽ ചൂടേറ്റു വാങ്ങുവാൻ വിധിക്കപ്പെട്ട ഈ പെൺകുട്ടി ഒരത്ഭുതമാണ്. സുഹൃത്തുക്കളും സമപ്രായക്കാരുമെല്ലാം ചുറ്റും പാറിപ്പറന്നു നടക്കുമ്പോഴും നിരാശയോ ദുഃഖമോ ഇല്ലാതെ തന്നിലേൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളിൽ അവൾ വ്യാപൃതയാകുന്നു. ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളേതുമില്ലാതെ ഉറച്ച വിശ്വാസത്തെ കൈമുതലാക്കി അവൾ ജീവിതത്തിൽ മുന്നേറുന്നു. എനിക്ക് വളരെ കുറഞ്ഞ സമയം മാത്രമേ പഠിക്കാൻ കിട്ടാറുള്ളൂ. എന്നാലും ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ എനിക്കത് എല്ലാം പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ക്ലാസ്സിലൊക്കെ ഇരിക്കുകയാണേലും എനിക്ക് ഇവരുടെ കാര്യമൊക്കെ ഓർമ്മ വരുമെങ്കിലും എനിക്ക് ദൈവം അങ്ങനെ സങ്കടമൊന്നും ഇതുവരെ തന്നിട്ടില്ല. എനിക്ക് ദുഃഖമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ എൻ്റെ അവസ്ഥ ഇങ്ങനെയായി പോയല്ലോ, എല്ലാ കുട്ടികളെ പോലെ എനിക്ക് നടക്കാനും അവരെ പോലെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും, ഞാൻ ഇന്നടുത്ത് പോയി, എൻ്റെ പപ്പയുടെയും അമ്മയുടെയും കൂടെ ഞാൻ ഇന്നലെ സിനിമയ്ക്ക് പോയി, അങ്ങനെയൊക്കെ പറയുവാണല്ലോ. എനിക്കൊരു സങ്കടം ഇതുവരെ തോന്നിയിട്ടില്ല. സർവശക്തന്റെ അനന്ത കാരുണ്യത്തിൻ്റെ തണലിൽ മനുഷ്യ മനസ്സിന് ദുർഗ്രഹമായ പദ്ധതികളുടെ വഴി തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രത്യാശയോടെ മുന്നേറുന്ന ഈ കുടുംബം ചില നിമിഷങ്ങളിലെങ്കിലും പ്രത്യാശ നഷ്ടപ്പെടുന്ന നമുക്ക് മുന്നിൽ സജീവ സാക്ഷ്യമാണ്. പറഞ്ഞാൽ തീരാത്ത സഹനങ്ങളുടെ മധ്യേ ഒരു കൈത്താങ്ങിനായി ആരോരുമില്ലാതെ ഒറ്റപ്പെടുമ്പോഴും വലിയ സാമ്പത്തിക ബാധ്യതകളെ നേരിടേണ്ടി വരുമ്പോഴും ദൈവം പറഞ്ഞയക്കുന്ന അനേകരെ ഇവർ കണ്ടുമുട്ടുന്നു. ഒരിക്കലും ജീവിതത്തിൽ കാണാൻ സാധ്യതയില്ലാത്തവർ പോലും അത്ഭുതകരമായി ഇടപെടുന്നതും താങ്ങി നിർത്തുന്നതും സ്വന്തം കുടുംബാംഗങ്ങളെപ്പോലെ ചേർത്തു നിർത്തി തങ്ങളെ സംരക്ഷിക്കുന്നതും ദൈവീക ഇടപെടലുകളാണെന്ന് തിരിച്ചറിയുന്നു. ദൈവം സ്വന്തമാക്കിയ കുടുംബമാണെന്ന ബോധ്യത്തോടെയാണ് ഈ ജീവിതങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. ഇവർക്കുറപ്പാണ് ഭൂമിയിൽ തങ്ങൾ നിർമ്മിക്കാൻ പരാജയപ്പെട്ട ഭവനം അവർക്കായി സ്വർഗത്തിൽ പണിതീർത്തിരിക്കുന്നുവെന്ന്. അതെ, ഇവർ കാത്തിരിക്കുന്നു. സ്വർഗത്തിൽ പണിതീർത്ത ആ ഭവനത്തിലെത്തിച്ചേർന്ന് താമസമാക്കുവാൻ. ജീവിതമാകുന്ന പുൽക്കൂട്ടിൽ ഹൃദയ നൈർമല്യത്തിൻ്റെ പട്ടുമെത്തയിൽ രക്ഷകനെ സ്വീകരിച്ചുകൊണ്ട് നമുക്കും പങ്കുചേരാം ഇവരുടെ പ്രാർത്ഥനയിൽ. നമുക്കും കാത്തിരിക്കാം
പ്രത്യാശയുടെ പുലർവെളിച്ചം പതിക്കുന്ന ഒരു ജീവിത പുലരിക്കായി.